ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് രേവതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ രേവതി നക്ഷത്രക്കാർക്ക് കാലം അനുകൂലമായിട്ടൊക്കെയാണ് പോകുന്നത്. പേടിക്കാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിലെടുത്ത് പറയേണ്ടത് നിങ്ങളുടെ സന്താനങ്ങളുടെ ഭാവി ഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുണകരമായ സമയമാണ്. നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും നിറവേറ്റുന്നതിന് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പലതും നിങ്ങളൊന്ന് കിണഞ്ഞ് പരിശ്രമിച്ചാൽ, ഹാർഡ് വർക്ക് ചെയ്താൽ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. ക്ഷിപ്രകോപം നിങ്ങൾക്ക് പല അനിഷ്ടങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ്. അതുകൊണ്ട് കോപം ഒന്ന് നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും. ചിലരൊക്കെ വീട് മാറി താമസിക്കേണ്ട, സ്വന്തം ഗൃഹം മാറി താമസിക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. അതായത് ജോലി സംബന്ധമായിട്ടോ മറ്റേതെങ്കിലും കാരണത്തിലായാലോ നിങ്ങൾ ഗൃഹം മാറി താമസിക്കേണ്ടതായിട്ട് ഒരു കാലം വരുന്നുണ്ട്. ചിലർക്കൊക്കെ ഗൃഹദോഷം ഈ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ ഗൃഹദോഷമൊക്കെ മാറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. സന്താനങ്ങളുടെ ഭാവി ഗുണകരമായിട്ടാണ് കാണുന്നത്. സന്താന ഭാവത്തിൽ സന്താനങ്ങൾക്ക് കീർത്തി ഉയർച്ചയൊക്കെ കാണുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും സന്താനങ്ങൾക്ക് ഗുണകരമായ സമയമാണ്. നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ സെപ്റ്റംബർ അവസാനത്തോടുകൂടിയൊക്കെ ആകുമ്പോൾ. മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കൊണ്ടും ചെയ്യുക. ശാരീരിക വിഷമതകൾ അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ സാഹചര്യങ്ങളോ മറ്റ് തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒക്കെ വിഷയങ്ങൾ കാരണം മാനസികമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എനിക്ക് എടുത്തു പറയേണ്ടത്, ഇതിൽ സ്ത്രീ പുരുഷന്മാർക്ക് മംഗല്യഭാഗ്യം കാണുന്നുണ്ട്. ദീർഘനാളായിട്ട് വിവാഹചിന്തനമൊക്കെ നടത്തിയിട്ട് നടക്കാതിരിക്കുന്നവർക്കൊക്കെ ഈ സമയത്ത് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ വേണ്ട കാര്യങ്ങൾ ഞാൻ താഴെ അവസാനം പറഞ്ഞുതരാം. മാതാപിതാക്കളുടെ രോഗം മനക്ലേശം ഉണ്ടാക്കുന്നൊരു സമയമാണ്. മാതാവിനും പിതാവിനോ ഒക്കെ രോഗം പിടിപെടാം. അത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വിഷമതകളൊക്കെ വരുത്തി വെക്കാം. നിങ്ങളുടെ വരവ് ചിലവ് കണക്കുകളൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു പോകാൻ നന്നായി പ്രയാസപ്പെടേണ്ടതായിട്ടൊക്കെ വരും. മിച്ചമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ വരുമാനം കൂടിയെങ്കിൽ കൂടി നിങ്ങൾക്ക് മിച്ചമായിട്ട് അതിൽ നിന്നും വരുമാനം മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. ഒരു സേവിങ്സ് ഒന്നും ഉണ്ടാകുകയില്ല ഈ മാസങ്ങളിൽ. മറ്റുള്ളവരിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് മനോദുഃഖം ഉണ്ടാകുന്നതാണ്. ഗൃഹത്തിൽ നിന്നായിക്കോട്ടെ തൊഴിൽ രംഗത്തായിക്കോട്ടെ നിങ്ങളെ ഒന്ന് ഒറ്റപ്പെടുത്തുന്നതാണ് ആൾക്കാർ. അത് കാരണം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. സങ്കടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. ഷെയർ മാർക്കറ്റ് ബിസിനസ് എടുത്തു പറയുന്നത്, ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണകരമായൊരു സമയമാണ്. വൻ നേട്ടങ്ങൾ ആണ് നിങ്ങൾക്ക് ഈ ഷെയർ മാർക്കറ്റ് ബിസിനസ്സിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഷെയർ ബിസിനസ് ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് നല്ല ഷെയറുകളൊക്കെ വാങ്ങി മികച്ച വിജയം നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അപവാദങ്ങൾക്ക് മൂലം പലപ്പോഴും കുടുംബജീവിതം അലോസരപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകളുമായിട്ടൊക്കെ, പുരുഷന്മാർ പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരകലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങൾക്ക് വരെ നിങ്ങൾ ആൻസർ ഇപ്പോൾ പങ്കാളിക്കൊക്കെ കൊടുക്കേണ്ടി വരുന്നതാണ്. അത് പലപ്പോഴും നിങ്ങളെ നിങ്ങൾക്കത് അത്ര കണ്ട് സൂചിക്കണമെന്നില്ല. പങ്കാളിയുടെ പല ചോദ്യങ്ങളും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് പൊടിപ്പും തുങ്ങലൊക്കെ വെച്ച് പറഞ്ഞു കൊടുത്തിട്ടാകാം അവർ നിങ്ങളോടൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ കലഹങ്ങൾ ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് ഇടപഴകേണ്ടി വരുമ്പോഴൊക്കെ ഒരു അകലം കഴിയാവുന്നത് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ 2 മാസങ്ങളൊക്കെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഭംഗിയായിട്ട് പോകുന്നതാണ്. ഒരിക്കലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അന്യരെ ഏൽപ്പിക്കരുത്. എത്ര വലിയ സുഹൃത്താണെങ്കിൽ കൂടി, എത്ര വിശ്വസ്തനാണെങ്കിൽ കൂടി നിങ്ങൾ ചെയ്യുന്നത് പോലെ ആ ജോലി അയാൾ ചെയ്യണമെന്നില്ല. അത് നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സ്വയം നിറവേറ്റുന്നതായിരിക്കും നല്ലത്. വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകണം. അസമയത്തുള്ള വാഹന ഉപയോഗം കഴിയാവുന്നതും കുറക്കുന്നതായിരിക്കും നല്ലത്.
വാഹനങ്ങൾ എടുത്ത് യാത്ര പോകുമ്പോൾ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നത് ഗുണകരമായിരിക്കും. നിങ്ങളുടെ കടുംപിടുത്തം പിടിവാശിയൊക്കെ പല കുഴപ്പങ്ങൾക്കും ഇടവരുത്തുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളും സംവാദങ്ങളും ഒക്കെ ആണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് സംവാദങ്ങളും പെരുമാറ്റങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ആ രീതിയിലുള്ള സംസാരമൊക്കെ ഒഴിവാക്കണം. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ആപത്തുകളൊക്കെ ഒരുവിധമൊക്കെ ഒഴിഞ്ഞു പോകും എന്ന് കരുതി എപ്പോഴും ദൈവം കൂടെ ഉണ്ടാകണമെന്നില്ല. അപ്പം നല്ല സമയം വരുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, സൽപ്രവൃത്തികൾ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ആവശ്യമില്ലാത്ത വാഗ്വാദത്തിനൊക്കെ പോകാതെ ഈശ്വരവചനം ഒക്കെ ആ സമയം ഈശ്വരവചനത്തിന് ഉപയോഗിക്കുക. ഒപ്പം നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സ് അതിലേക്ക് ഏകാഗ്രതമാക്കി വെക്കുക. ഇപ്പോൾ വളരെ ഗുണകരമായ സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പല സ്വപ്നങ്ങളും നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്ന് തുനിഞ്ഞിറങ്ങുവാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ദോഷഫലങ്ങളുടെ മാറ്റ് കുറക്കാനും ഗുണഫലങ്ങളുടെ മാറ്റ് കൂട്ടാനുമായിട്ട് നിങ്ങളെല്ലാ ശനിയാഴ്ചയും ശാസ്താവിൻ്റെ ക്ഷേത്രം ദർശിക്കേണ്ടതാണ്. അയ്യപ്പ ക്ഷേത്രം ദർശിച്ചിട്ട് നീരാഞ്ജനം നടത്തുക, എള്ളുപായസം കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. അതുപോലെ വിവാഹ ചിന്തനം നടത്തുന്നവർ നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. തുടർന്ന് നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നവഗ്രഹ പൂജ നടത്തുകയൊക്കെ ചെയ്യുക. ഒപ്പം ലക്ഷ്മീനാരായണ പൂജയും കഴിക്കുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ മാതാവിനും പിതാവിനും ഒക്കെ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, രോഗശൈലിയിലാണെങ്കിൽ അവരുടെ പേരിലൊക്കെ വ്യാഴാഴ്ച തോറും ധന്വന്തരി ഭഗവാന്റെ ക്ഷേത്രം ദർശിച്ചിട്ട് പാനകം വഴിപാടായിട്ട് കഴിക്കുക. ഒപ്പം തിങ്കളാഴ്ച ശിവൻ്റെ ക്ഷേത്രം ദർശിച്ചിട്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുകയൊക്കെ ചെയ്യുന്നു. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതൊക്കെ വളരെ ഗുണകരമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു സമയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.